sides of a square exceeds the sides of another square by 4 centimeter and the area 56 centimeter. Find the length of sides of a square. അതായത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ സൈഡ് വേറൊരു സ്ക്വയറിന്റെ, അതായത് ഈ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സൈഡിനെക്കാളും 4 കൂടുതലാണെന്ന് പറയുന്നത് വേറൊരു സൈഡ്, അതായത് എക്സീഡ്സ് എന്ന് പറയുന്നത് അല്ലെ. സൈഡ്സ് ഓഫ് എ സ്ക്വയർ എക്സീഡ്സ് അനദർ സ്ക്വയർ ബൈ 4 സെന്റിമീറ്റർ. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്ക്വയറിന്റെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ലെങ്ത് എക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, സൈഡ് എക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത സ്ക്വയർ എന്ന് പറയുന്നത് ഈ സൈഡിന്റെ എത്ര കൂടുതലാണ്, 4 സെന്റിമീറ്റർ കൂടുതലാണ്. അതായത് x+4 കൂടുതലാണ്. ഓക്കെ, അതായത് ഇപ്പൊ പറയുന്ന ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് അടുത്ത സ്ക്വയറിന്റെ സൈഡിനേക്കാളും എത്ര കൂടുതലാണ് പറഞ്ഞിട്ടുണ്ട്, 4 സെന്റിമീറ്റർ കൂടുതലാണ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിനേക്കാളും, ചെറിയ സ്ക്വയറിന്റെ ഏരിയനേക്കാളും എത്രയാണ്, 56 സെന്റിമീറ്റർ സ്ക്വയർ കൂടുതലുമാണ്. ഓക്കെ, ഈ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സൈഡ്സ് ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. ഇപ്പോ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ നമ്മൾ എന്ത് കൊടുക്കാണ്, എക്സ് ആയിട്ട് കൊടുത്താല് ലാർജ് സ്ക്വയർ എത്ര ആയിരിക്കും, അതിനേക്കാളും 4 കൂടുതലായിരിക്കും അല്ലെ. അപ്പോ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, സ്ക്വയർ ഈക്വൽ ടു ഇതിന്റെക്കാളും 4 സെന്റിമീറ്റർ കൂടുതലാണ്. 4 സെന്റിമീറ്റർ കൂടെ x+4 ആയിട്ട് മാറി. ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കണേ, ഈ സ്ക്വയറിന്റെ ഏരിയനേക്കാളും ഈ സ്ക്വയറിന്റെ ഏരിയ എത്ര കൂടുതലാ, 56 സെന്റിമീറ്റർ കൂടുതലാണ്. അതായത് x+4 ഒരു സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ സൈഡിന്റെ ഏരിയനേക്കാളും എത്ര കൂടുതലാണ്, 56 സെന്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏരിയ ഓഫ് സ്ക്വയർ പറഞ്ഞാ, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ് അല്ലെ, സൈഡിന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ സ്ക്വയറിന്റെ ഏരിയ എന്ത് വരും, ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ അല്ലേ, സൈഡ് എത്ര കൊടുത്തിരിക്കുന്നത്, എക്സിന്റെ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇതാണ് എക്സിന്റെ സ്ക്വയർ, എക്സ് സ്ക്വയർ ആയിട്ട് വരും അല്ലെ. അതേമാതിരി ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എത്ര വരുന്നത് അല്ലെ, ഒരു സൈഡ് എത്രയാണ്, x+4 അല്ലേ ലാർജ് സ്ക്വയറിന്റെ, അപ്പൊ അതിന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ x+4ന്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാല്, ഈ ലാർജ് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ സ്ക്വയറിന്റെ ഏരിയനേക്കാളും എത്ര കൂടുതലാണ്, 56 സെന്റിമീറ്റർ സ്ക്വയർ കൂടുതലാണ്. അപ്പോ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ ഈക്വൽ ടു ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ പ്ലസ് എത്രയാണ്, 56 സെന്റിമീറ്റർ ആണ്, 56 ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എത്രയാണ്, x+4 ദി ഹോൾ സ്ക്വയർ ആണ്, ഈക്വൽ ടു ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ എത്രയാ, എക്സ് സ്ക്വയർ ആണ്, പ്ലസ് 56 ഉണ്ട് അല്ലെ. ഇവിടെ 56. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ നിന്ന് x+4 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 56 അല്ലെ. ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, മൈനസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ എന്തായിരിക്കും, x+4 ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്, 56 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ ഈക്വൽ ടു 56 എന്ന് കിട്ടി അല്ലേ. ഇത് ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് എത്താട്ടോ. രണ്ടും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 56 അറിയാം മതി. ലാർജ് സ്ക്വയർ മൈനസ് സ്മോൾ സ്ക്വയർ എത്രയാണ്, 56 എന്ന് അറിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് എഴുതാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര സ്റ്റെപ്പ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, നമുക്ക് x+4 ദി ഹോൾ സ്ക്വയർ അല്ലേ. ഇത് ഏതിന്റെ എക്സ്പാൻഷൻ ആണ്, a+b ദി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ അല്ലേ. a+b ദി ഹോൾ സ്ക്വയർ എന്താ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് x+4 എന്ന് കൊടുക്കുകയാണെങ്കിലോ, എന്താ, a എന്ന് പറയുന്നത് എന്താണ്, എക്സും b എന്ന് പറയുന്നത് എന്താണ്, 4ഉം ആണ്. അപ്പൊ എവിടേക്കാണോ a കാണുന്നത് അവിടേക്ക് എന്തിട്ട് കൊടുക്കുക, എക്സ് ഇട്ട് കൊടുക്കുക. എവിടേക്കാണോ b കാണുന്നത് അവിടേക്ക് എന്തിട്ട് കൊടുക്കാം, നമുക്ക് 4 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കും, a കാണുന്ന അവിടെ എക്സ്, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2 ഓൾറെഡി അവിടെ ഉണ്ട്, 2 ഇൻറ്റു a എത്രയാണ്, എക്സ് ഇൻറ്റു b എത്രയാണ്, 4 പ്ലസ് എന്നിട്ട് b സ്ക്വയർ എത്രയാകുമ്പോ 4 സ്ക്വയർ. ദിസ് ഈസ് എക്സ്പെൻഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സാധാരണ a+b എക്സ്പെൻഷൻ എഴുതാം. അതിൽ എക്ക് ആണ് അവിടെ എക്സ് ഇട്ട് കൊടുക്കുക, ബിക്ക് ആണ് അവിടെ ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും, x+b സ്ക്വയറിന്റെ എക്സ്പെൻഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 എത്രയാണ്, 8x പ്ലസ് 16 എന്ന് കിട്ടി. അതാണ് x+4 ദി ഹോൾ സ്ക്വയർ അല്ലെ. ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അപ്പൊ ഈ 2 നമുക്ക് എന്ത്, ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ്
ഇക്വേഷൻ 2 in 1 ചെയ്യുമ്പോൾ സംഭവിക്കും x plus 4 the whole square പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം x square plus 8x plus 16 എന്നിട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും x square plus 8x plus 16 മൈനസ് ഇവിടെ ഉണ്ട് അല്ലേ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 56 എന്ന് വരും. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയർ എന്താണ് വെട്ടിപ്പോയി, ബാക്കി എത്രയുണ്ട് 8x plus 16 ഈക്വൽ ടു 56 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 16 ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും മൈനസ് ആയിട്ട് മാറും, കാരണം ഇവിടെ പ്ലസ് ആണ് അല്ലേ. 8x ഈക്വൽ ടു 56 മൈനസ് 16 എന്ന് വരും, എത്രയാണത് 40. അപ്പോൾ 8x എന്ന് പറയുന്നത് എത്രയാണ് 40 ആണ്. അങ്ങനെയാണ് x എത്രയായിരിക്കും x ഈക്വൽ ടു ഇവിടെ ഇൻറ്റു ആണ് അല്ലേ, ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും ഡിവൈഡ് ആയിട്ട് മാറും. 8 ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 8 എത്രയാണ് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ. അപ്പൊ x എന്ന് പറയുന്നത് എത്രയാണ് 5 സെന്റിമീറ്റർ ആണ്. x എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ വന്നാൽ എന്താ നമ്മുടെ സ്മോൾ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ് 5 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ലാർജ് സ്ക്വയർ എത്രയായിരിക്കും അതിനേക്കാളും 4 കൂടുതൽ, അപ്പൊ എത്രയായിരിക്കും 9 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ സൈഡ്സ് ഓഫ് ലാർജ് സ്ക്വയർ എത്രയാണ് 9 സെന്റിമീറ്റർ, സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ എത്രയാണ് 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 36 ആൻഡ് ഡിഫറൻസ് ഈസ് 4. ഫൈൻഡ് ദി ലാർജർ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. ഈ ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് 2022 2019 റിപ്പീറ്റഡ് ആയിട്ട് ഓൺ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. രണ്ട് നമ്പേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് അറിയില്ല. അവർ തമ്മിലുള്ള തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 36 ആണ്. അതേ തന്നെ ആ രണ്ട് നമ്പേഴ്സിനെയും തമ്മിൽ മൈനസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് നമുക്ക് വരിക 4 സെന്റിമീറ്റർ ആണ്, 4 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആ ലാർജർ നമ്പർ കണ്ടുപിടിക്കാനും സ്മോളർ നമ്പർ കണ്ടുപിടിക്കാനും നമുക്ക് എളുപ്പമാണ് അല്ലെ. എങ്ങനെ നമുക്ക് നോക്കാം, ചോദിച്ചിട്ട് ലാർജർ നമ്പർ കണ്ടുപിടിക്കാനാണ്, സ്മോളർ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിന്റെയും തുക സം എന്ന് പറയുന്നത് 36ഉം അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 4ഉമാണ്. അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പറും സ്മോളർ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് അറിയില്ല, അപ്പൊ ലെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് എക്സ് ആൻഡ് വൈ എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്കിത് പറഞ്ഞിട്ടുണ്ട് ഈ എക്സിന്റെയും വൈന്റെയും സം എത്രയാണ് 36 ആണ്. അപ്പൊ എക്സിന്റെയും വൈന്റെയും സം എത്രയാണ് 36 അല്ലെ. എക്സ് പ്ലസ് വൈ എത്രയാണ് 36 ആണ്. അതേ തന്നെ അത് തമ്മിൽ ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഫസ്റ്റത്തെ നമ്പർ എന്നും രണ്ടാമത്തെ നമ്പർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ് 36 ആണ്. അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ എത്രയാണ് 4 ആണ് അല്ലെ. ഇങ്ങനെ കണ്ടീഷൻ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാർജർ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാല് ഈ രണ്ട് നമ്പേഴ്സ് എക്സ് പ്ലസ് വൈയും അതുപോലെ തന്നെ എന്താണ് എക്സ് മൈനസ് വൈയും തമ്മിൽ എക്സ് മൈനസ് വൈയും തമ്മിൽ എന്ത് ചെയ്താൽ മതി കൂട്ടുക. നമ്മൾ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും, എക്സ് പ്ലസ് വൈ എത്രയാ, എക്സ് പ്ലസ് വൈ ഇവിടെ മൈനസ് വൈയും പ്ലസ് വൈയും വെട്ടിപ്പോയി, ബാക്കി എത്ര ഉണ്ടാവും 2x എന്ന് കിട്ടില്ലേ. 2x പറയുമ്പോൾ എന്താണ് ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ അല്ലേ. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ നമുക്ക് എത്ര കിട്ടി, ഇവിടെ 2x എന്ന് കിട്ടി. അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ എത്രയാണ് 36 ആണ്, പ്ലസ് എക്സ് മൈനസ് വൈ എത്രയാണ് 4 ആണ്. അപ്പൊ 36 പ്ലസ് 4 എത്രയാ 40 ആണ്, അതാണ് 2x. ഓക്കെ, അപ്പൊ എക്സ് എന്ത് വരും 40 ഡിവൈഡ് ബൈ 2, അത് എത്രയാണത് 20 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 20 ആണ് ലാർജർ നമ്പർ കിട്ടി. 20 ആണ് നമുക്ക് എന്ത് ചെയ്യണം ലാർജർ നമ്പർ കിട്ടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാല് എത്രയാണോ ലാർജർ നമ്പർ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് പ്ലസ് വൈയും തന്നിരിക്കുന്ന എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമ്മൾ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ശരിക്കും ലാർജർ നമ്പർ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 2, അത് 36 പ്ലസ് 4 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എത്ര കിട്ടി ഇവിടെ 20 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 20 ആണ് നമുക്ക് ലാർജർ നമ്പർ എങ്കിൽ നമുക്കറിയാം രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് 36 കിട്ടുന്നില്ലേ. അപ്പൊ എക്സിന് വരെ എന്നിട്ട് കൊടുക്കാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 36 ആണല്ലേ. അപ്പൊ എക്സിന് വരെ നമുക്ക് 20 പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ് 36, വൈ ഈക്വൽ ടു എത്രയായിരിക്കും 36 മൈനസ് 20 കിട്ടുമ്പോൾ എന്തായിരിക്കും 20 എന്ന് വരും. അപ്പൊ എത്രയാണ് 16. അപ്പൊ വൈ ഈക്വൽ ടു എത്ര വരും 16 എന്ന് വരും. വൈ ഈക്വൽ ടു 16ഉം എക്സ് ഈക്വൽ ടു എത്രയാണ് 20 കിട്ടും. അപ്പൊ ലാർജർ നമ്പർ ഏതാണ് എക്സ് അല്ലെ. 20 ആണ് ലാർജർ നമ്പർ, സ്മോളർ നമ്പർ എത്രയാണ് 16 ആണ് അല്ലെ. എളുപ്പമാണ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ലോജിക് വെച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയണത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് വർഷം എന്ത് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്വാതി വെന്റ് ടു എ ബാങ്ക് വിഡ്രോ 500 rupees. ഓക്കെ, സോറി 5,000 rupees. അപ്പോ സ്വാതി എന്ത് ചെയ്തു ബാങ്കിലേക്ക് പോവുകയും അതിലെത്ര വിഡ്രോ ചെയ്തു 5,000 rupees എന്ത് ചെയ്തു വിഡ്രോ ചെയ്തു. അതായത് അക്കൗണ്ടിൽ നിന്ന് 5,000 rupees എന്ത് ചെയ്തു എടുത്തു. വിഡ്രോ പറഞ്ഞാൽ എടുക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഷി ആസ്ക്ഡ് ദ കാഷ്യർ ടു ഗിവ് 100 rupees നോട്ട് ആൻഡ് 200 rupee നോട്ട്സ് ഓൺലി. അപ്പൊ സ്വാതി എന്താ കാഷ്യർ എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാല്
5,000 rupees വിഡ്രോ ചെയ്യണം. അതുപോലെ വിഡ്രോ ചെയ്തു. പക്ഷെ എന്താ പറഞ്ഞ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കണേ? 5,000 rupees എന്ന് പറയുന്നത് 100 rupee നോട്ടും 200 rupees മാത്രമേ ഉണ്ടാവുള്ളൂ. 100 rupee നോട്ട്സും 200 rupee നോട്ട്സ് മാത്രമേ ഇതിലുണ്ടാവാൻ പാടുള്ളൂ. ഈ 5,000 rupees ടോട്ടൽ 5,000 rupees ഉണ്ടാവാനായിട്ട് പാടുള്ളൂ എന്ന് ക്യാഷിന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ മൊത്തത്തിൽ ക്യാഷിൽ എന്ത് ചെയ്തു? 100 rupee നോട്ട്സും 200 rupee നോട്ട്സും എന്ത് ചെയ്തു? സ്വാതിക്ക് കൊടുത്തു. മൊത്തത്തില് 100 rupee നോട്ട്സും 200 rupee നോട്ട്സും കൂടി എത്രയുണ്ട്? ഷീ ഗോട്ട് 35 നോട്ട്സ് ഇൻ ഓൾ. അതായത് 100 rupee നോട്ട്സും 200 rupee നോട്ട്സും കൂടി കൂട്ടുമ്പോൾ എത്ര നോട്ട്സ് ഉണ്ടായിരുന്നു? 35 നോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി 100 rupee നോട്ട്സ് ആൻഡ് 200 rupee നോട്ട്സ് എന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര 100 rupee നോട്ട്സും 200 rupee നോട്ട്സ് ഉണ്ടാവും എന്നാണ് എന്ത് ചെയ്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ കണ്ടീഷൻ തന്നിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എഴുതാം. ഓക്കെ, അപ്പൊ 100 rupee കയ്യിൽ എത്രയുണ്ട്? ടോട്ടൽ എമൗണ്ട് എത്രയുണ്ട്? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5,000 rupees ആണ് അല്ലെ. അത് എത്ര 100 rupeesഉം 200 rupees ഉണ്ട്? അതായത് നമ്പർ ഓഫ് 100 rupees എന്ന് പറയുന്നത് പ്ലസ് നമ്പർ ഓഫ് 200 rupees എന്ന് പറയുന്നത് എത്രയാണ്? 100 rupeesഉം 200 rupee നോട്ട്സും കൂടി ചേരുമ്പോൾ എത്രയുണ്ട്? 35 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ലെറ്റ് നമ്പർ ഓഫ് 100 rupee നോട്ട് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കൊടുത്താൽ 200 rupee നോട്ട് എത്ര ആയിരിക്കും? കൊടുത്തു നോക്കാം അല്ലെ. അപ്പോ നമ്പർ ഓഫ് 100 rupee നോട്ട് എത്രയാണ്? എക്സ് ആണ്. പ്ലസ് നമ്പർ ഓഫ് 200 rupee നോട്ട്സ് എത്രയാണ്? ഈക്വൽ ടു 35 അല്ലേ. അത് 100 rupee നോട്ടും 200 rupee നോട്ടും കൂടി എത്രയാണ്? 35 ആണ്. അങ്ങനെ നമ്പർ ഓഫ് 200 rupee നോട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 35 മൈനസ് എക്സ് ആയിരിക്കും. എക്സ് ഇങ്ങോട്ട് വന്നു. എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ടും 35 മൈനസ് എക്സ് അല്ലെ. അത് എളുപ്പമാണ്. ഇത് ലോജിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോ 100 rupee നോട്ട്സും 200 rupee നോട്ട്സും കൂടിയിട്ട് 35 ഉണ്ടെങ്കിൽ മൊത്തത്തിൽ 35 ഉണ്ടെങ്കിൽ 10 100 rupee നോട്ടാണെങ്കിൽ 200 rupee നോട്ട് എത്ര ഉണ്ടാവും? 35 10 കുറച്ചാൽ മതി അല്ലെ. മൊത്തത്തിൽ 35 അല്ലേ. 100 rupee നോട്ട്സ് 10 ആണെങ്കിൽ 35 എത്ര കുറച്ചാൽ മതി? 10 കുറച്ചാൽ 100 rupee നോട്ട്സ് കുറച്ച് നമുക്ക് എന്തൊരു 200 rupee നോട്ട്സ് ഉണ്ടാവും. അത് 25 200 rupee നോട്ട്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ 5 100 rupee നോട്ട് ആണെങ്കിലോ 30 200 rupee നോട്ട്സ് ഉണ്ടാവും അല്ലെ. 7 100 rupee നോട്ട്സ് ആണെങ്കിലോ 28 200 rupee നോട്ട്സ് ഉണ്ടാവും. അങ്ങനെ എക്സ് 100 rupee നോട്ട് ആണെങ്കിലോ 35 മൈനസ് എക്സ് ഉണ്ടാവും 200 rupee നോട്ട്സ്. അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഇക്വേഷൻ വഴി കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് 100 rupee നോട്ട്സ് ആണ്. എക്സ് എന്നാണ് 100 rupee നോട്ട്സ്. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര? എല്ലാം കൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 5,000 അല്ലെ. നമുക്ക് ടോട്ടൽ എമൗണ്ട് 5,000 ആണല്ലോ. അപ്പൊ 100 rupee നോട്ട് പ്ലസ് 35 മൈനസ് എക്സ് 200 rupee നോട്ട് ഉണ്ട് അല്ലെ. നോക്ക്, 10 100 rupee നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയായി? അല്ലെങ്കിൽ 5 100 rupee നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയായി? 5 100. 5 100 rupee നോട്ട്സ് അല്ലേ. അപ്പോ 100 200 300 400 500 അല്ലെ. അപ്പൊ 5 ആണെങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്താൽ ടോട്ടൽ എമൗണ്ട് കിട്ടും. ടോട്ടൽ 100 rupee നോട്ട്സിന് എമൗണ്ട് കിട്ടും. അതേ തന്നെ എക്സ് 100 rupee നോട്ട് ആണെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും? ഇൻറ്റു 100 ചെയ്താൽ പോരെ. അതായത് ഇപ്പൊ എക്സിന് പകരം 5 ആണെന്ന് വിചാരിച്ചോളൂ. 5 100 rupee നോട്ട് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടാവും? 5 ഇൻറ്റു 100 500 ഉണ്ടാവും അല്ലെ. 10 100 rupee നോട്ട് ആണെങ്കിലോ 10 ഇൻറ്റു 100 1000 rupees ഉണ്ടാവും. അപ്പൊ എക്സ് 100 rupee നോട്ട് ആണെങ്കിലോ എക്സ് ഇൻറ്റു 100 rupees ഉണ്ടാവും. അതേ തന്നെ 35 മൈനസ് എക്സ് ആണെന്ന് പറയുന്നത് 200 rupee നോട്ട് അല്ലെ. അതായത് 200 rupee നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 rupee നോട്ട് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 35 നിന്ന് 100 rupee നോട്ട് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 35 മൈനസ് എക്സ് ആണ് 200 rupee നോട്ട് അല്ലെ. എത്ര എമൗണ്ട് ഉണ്ടാവും? ഇതേ ഇൻറ്റു 200 ഉണ്ടാവും. അപ്പൊ എത്രയാണ്? ഇതേ ഇൻറ്റു 200 എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടും? ടോട്ടൽ എമൗണ്ട് 5,000 rupees ആണ് അല്ലെ. ക്ലിയർ ആയില്ലെങ്കിലും ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് എക്സ് 100 rupee നോട്ട് ഉണ്ട്. എക്സ് 100 rupee നോട്ട് ഉണ്ടെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടാവും? 100 rupeesന്റെ 5 100 rupee നോട്ട് ആണെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടാവും? 500 ഉണ്ടാവും. അത് 5 ഇൻറ്റു 100. ഓക്കെ, ഇപ്പൊ 200 10 ഉണ്ടെങ്കിലോ 10 ഇൻറ്റു 200 2000 അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, എക്സ് 100 rupee നോട്ട് ആണെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടാവും? എക്സ് ഇൻറ്റു 100. 35 മൈനസ് എക്സ് 200 rupee നോട്ട് ഉണ്ടെങ്കിൽ അതേ ഇൻറ്റു 200 നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇൻറ്റു ചെയ്ത് നോക്കാം. ഉള്ളിൽ കൊടുക്കാം. 100 ഇൻറ്റു എക്സ് എത്രയാണ്? 100 എക്സ് പ്ലസ് 200 ഉള്ളിൽ പോകുമ്പോൾ എന്തായിരിക്കും? 35 ഇൻറ്റു 200 മൈനസ് 200 ഇൻറ്റു എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 5,000 കിട്ടും. ഓക്കെ, അപ്പോ 100x പ്ലസ് 35 ഇൻറ്റു 200 എത്രയാണ്? 7,000 മൈനസ് 200x ഈക്വൽ ടു എത്രയാണ്? 5,000 എന്ന് കിട്ടും.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് തരുമ്പോ 100x മൈനസ് 200x പ്ലസ് 7000 ഈക്വൽ ടു 5000 എന്ന് കിട്ടും. ഈ 7000 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് വരും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ 100x മൈനസ് 200x ഈക്വൽ ടു 5000 മൈനസ് 7000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 100x നിന്ന് 200x കുറച്ച് എത്രയാണ്? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുകയാണ് അല്ലെ. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ഇടണം? മൈനസ് സൈൻ ഇടണം. കാരണം ചെറുതിൽ നിന്ന് വലുതാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യുക? സാധാ പോലെ മൈനസ് ചെയ്താൽ മതി. 200 മൈനസ് 100 എത്രയാണ്? 100x അല്ലെ. 200x നിന്ന് 100x കുറച്ചാൽ ബാക്കി എത്ര ഇടാം? 100x കിട്ടും. ഓക്കെ, ഇവിടെയോ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ്. അപ്പൊ നമ്മൾ എന്ത് ആദ്യം മൈനസ് സൈൻ ഇടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? സാധാ പോലെ മൈനസ് ചെയ്യാം. 7000 മൈനസ് 5000 എത്രയാണ്? 2000. ഓക്കെ, എപ്പോഴും ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നെഗറ്റീവ് സൈൻ ഇടുക. പിന്നെ സാധാ പോലെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് അവിടെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഈ മൈനസും ഈ മൈനസും ചെയ്തു കട്ട് ചെയ്ത് പോയി. ബാക്കി എത്രയുണ്ട്? 100x ഈക്വൽ ടു എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2000 ഡിവൈഡ് ബൈ 100. അപ്പൊ 2 0 കിട്ടി അല്ലെ. എക്സ് ഈക്വൽ എത്രയാണ്? 20. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ? മൊത്തത്തിൽ എക്സ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് 100 റുപ്പി നോട്ട്സ് അല്ലേ. അപ്പൊ 100 റുപ്പി നോട്ട്സ് എത്രയുണ്ട്? 20 ഉണ്ട്. 100 റുപ്പി നോട്ട്സ് 20 ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര നോട്ട്സ് ഉണ്ട്? 35 അല്ലെ. ബാക്കി എത്രയായിരിക്കും? അപ്പോ 15 200 നോട്ട്സിന്റെ ആയിരിക്കും. അപ്പോ ബാക്കി 100 റുപ്പി നോട്ട്സ് നമ്പർ ഓഫ് 100 റുപ്പി നോട്ട്സ് അല്ലെ. റുപ്പി നോട്ട്സ് എത്രയുണ്ട്? ഈക്വൽ ടു 20 ആണെങ്കിൽ നമ്പർ ഓഫ് 200 റുപ്പി നോട്ട്സ് എത്രയുണ്ടാവും? ഈക്വൽ ടു 35 മൈനസ് 20, അതായത് 50. എത്രയുണ്ട്? നമ്പർ ഓഫ് 100 റുപ്പി നോട്ട്സ് എത്രയുണ്ട്? 20. നമ്പർ ഓഫ് 200 റുപ്പി നോട്ട്സ് എത്രയുണ്ട്? 15 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ.